Once again, welcome back to Virtual Teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിലെ ഫസ്റ്റ് മോഡ്യൂളായ ക്യാപിറ്റൽ ഗെയിൻ്റെ 4th ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന ടോപ്പിക് തൊട്ടാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രം ദ ടോപ്പിക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് നോക്കാം. അതിന് ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. നെക്സ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടേമാണ് ഇൻഡെക്സ്ഡ് എന്നും CII എന്ന ആ ഒരു ടേമൊക്കെ. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സിമ്പിളാണ്, വലിയ ടഫൊന്നും ഇല്ലാതെ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. നമുക്ക് ആദ്യം എന്താണ് ഇൻഡെക്സ്, നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ എന്താണ് ഇൻഡെക്സേഷൻ നമുക്ക് ആദ്യം നോക്കാം. Indexation is the process of estimating the present value of an asset on the basis of cost of inflation index അല്ലെങ്കിൽ CII. നമ്മൾ ഈ CII അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ബേസിൽ നമ്മൾ ഒരു അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോ അസസ്മെൻറ്റ് ഇയറിനും അതിൻ്റേതായിട്ടുള്ള ഓരോ CII വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. Indexation is done considering CII at the time of acquisition and CII at the time of transfer. അപ്പോൾ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മളവിടെ എന്താണ് നോക്കുന്നത്? അവിടെ നമ്മൾ CII നോക്കുന്നത് എല്ലാ വർഷത്തെ അല്ല, ആകെ ഓൺ ദ ടൈം ഓഫ് അക്വിസിഷൻ, എപ്പോഴാണോ നമ്മൾ ആ ഒരു ഗുഡ്സ് മേടിച്ചത്, നമ്മൾ എപ്പോഴാണ് ആദ്യമായിട്ട് ബൈ ചെയ്തത് ആ ഒരു വർഷത്തെ CIIയും, അതുപോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, സെയിലോ എക്സ്ചേഞ്ചോ എപ്പോഴാണോ നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ടൈമിൽ CIIക്ക് നോക്കുക. The facility of indexation is applicable only to the long-term capital asset. അതുപോലെ തന്നെ ഇൻഡെക്സേഷൻ എന്ന ഫെസിലിറ്റി ഏതിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ, അപ്പോഴുള്ള ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡെക്സേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. The principle of indexation was introduced for the first time in the assessment year 1993-1994. അപ്പോൾ 1993-1994 ആ ഒരു അസസ്മെൻറ്റ് ഇയറിലാണ് ഫസ്റ്റ് ടൈമായിട്ട് ഇൻഡെക്സേഷൻ എന്ന ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇൻഡെക്സേഷൻ? 2 മാർക്ക് ചോദിച്ചാൽ ഇത്രയാണ് എഴുതേണ്ടത്. ഒന്നാമത് നമ്മൾ CII ആ ഒരു ബേസിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CII നോക്കുന്നത് ആകെ 2 കേസിൽ മാത്രമാണ്, ഓൺ ദ ടൈം ഓഫ് അക്വിസിഷനും അതുപോലെ ഓൺ ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ഇൻഡെക്സേഷൻ നമുക്ക് എന്തിനു മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ? നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ ആ ഒരു ഇയർ ഓർമ്മയുണ്ടെങ്കിൽ പറയാം, ഈ പ്രിൻസിപ്പിൾ വന്നത് 1993 to 1994 എന്ന ഒരു അസസ്മെൻറ്റ് ഇയറിലാണ് ഫസ്റ്റ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണമെന്നും പറയാം. ക്ലിയർ ആണല്ലോ? ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ CII വാല്യൂ. ഞാൻ പറഞ്ഞ പോലെ ഓരോ അസസ്മെൻറ്റ് ഇയർ അല്ലെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലെ CII വാല്യൂസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 2001 to 2002 തൊട്ട് 2000 നമ്മുടെ പ്രീവിയസ് ഇയർ 2019 to 2020 വരെയുള്ള CII കാണിച്ചിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയറിലെ CII എത്ര നോക്കാം? 289 ആണ് പ്രീവിയസ് ഇയറിലെ CII വാല്യൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും CII വാല്യൂ തന്നിട്ടുണ്ടാവും. നമ്മൾ ആകെ ഒന്ന് പഠിച്ച് വെക്കേണ്ടത് ഈ പ്രീവിയസ് ഇയറിൽ മാത്രം നോക്കി വെച്ചേക്കാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും CII വാല്യൂ തരാറുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഇത് ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്യും. വളരെ സിമ്പിളാണ്, നിങ്ങൾ വിചാരിക്കും ടഫൊന്നുമില്ല. അതിൽ നമുക്ക് വേഗം ഒരു ഇലിസ്ട്രേഷൻ ചെയ്യാം. Compute indexed cost of acquisition for the previous year 2019-20 for the details given below. നമ്മളോടിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ പറഞ്ഞിട്ടില്ല, ആകെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കാണാൻ വേണ്ടിയുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ളത് CII for 2001-2 is 100 and 2019-20 is 289. 2001-2002
ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ CII വാല്യൂ 100 ആണെന്നും 2019-20 CII വാല്യൂ 289 ആണ് തന്നിട്ടുണ്ട്. ലാൻഡ് പർച്ചേസ് ഓൺ 1/11/2001 for rupees 15 lakh and sale of land on 1/1/2020 for rupees 50 lakh. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇൻഡെക്സേഷൻ കാണണമെങ്കിൽ നമ്മൾ ആകെ എടുക്കേണ്ട 2 CII വാല്യൂ മാത്രമാണ്. ഒന്നാമത്തെ നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തും രണ്ടാമത്തെ എപ്പോഴാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്ത വർഷം 2001 വിറ്റ വർഷം 2020 ആണ്. അപ്പോൾ 2001 2002 CII വാല്യൂ 2019-20 CII വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ സിമ്പിളായിട്ട് കണക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഫോർമുല ആദ്യം അറിയണം. ഫോർമുല എഴുതി വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്വേഷൻ എന്നത്. ഇക്വേഷൻ എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ഇയർ ഓഫ് ദ സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ എഴുതാം. നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂസ് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ കോസ്റ്റ് അക്വിസിഷൻ എത്ര നമുക്ക് അറിയാം, എത്രയാണ്? 15 lakh ആണെന്ന് അറിയാം. അക്വിസിഷൻ്റെ CII വാല്യൂ 100 ആണെന്ന് അറിയാം. സെയിൽ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണെന്ന് അറിയാം, 50 lakh ആണെന്ന് അറിയാം. CII ഓഫ് സെയിൽ എത്ര അറിയാം, 289 ആണെന്ന് അറിയാം. നമുക്ക് ആ വാല്യൂ ചുമ്മാ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓർത്താൽ മതി. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 15 lakh ഇൻറ്റു കോസ്റ്റ് ഓഫ് സെയിൽ CII ഓഫ് സെയിൽ എത്രയാണ്, 289 ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്, 43,35,000. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോസ്റ്റ് ഇൻഡെക്സ് കോസ്റ്റും അക്വിസിഷൻ കാണുന്നത്. ആകെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ഒരു ഫോർമുലയാണ്. ഇത് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെയാണ് ബി സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണത്. ഗോൾഡ് പർച്ചേസ് ഇൻ 2006-07 റുപ്പീസ് എത്രയാണ്, 2 lakh. അപ്പോൾ 2006-2007 ആ ഒരു ടൈം പീരീഡിൽ ഗോൾഡ് പർച്ചേസ് ചെയ്തിരുന്നു. അതിൻ്റെ വില 2 ലക്ഷം രൂപയായിരുന്നു. CII ഓഫ് 2006-07 ഈസ് 122. അപ്പോൾ പർച്ചേസ് നമ്മുടെ അക്വിസിഷൻ ടൈമിൽ CII തന്നിട്ടുണ്ട് 122. ഗോൾഡ് സെയിൽ ചെയ്തത് 7/7/2019 ആണ്. ഫോർ റുപ്പീസ് 5 lakh വിറ്റത്. നമുക്ക് ക്വസ്റ്റിൽ നേരത്തെ CII തന്നിട്ടുണ്ട് ആ 19 എത്രയാണ്, 289. അങ്ങനെ നമ്മളോട് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ ചെയ്യണത്, നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് ആദ്യം എഴുതി വയ്ക്കുക. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇവിടെ കോസ്റ്റ് അക്വിസിഷൻ എഴുതി വയ്ക്കുക, CII ഓഫ് അക്വിസിഷൻ, പിന്നെന്താണ് CII ഓഫ് സെയിൽ കോസ്റ്റ് ഓഫ് സെയിൽ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കണം നമ്മൾ ആദ്യം ബുക്കിൽ. അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമ്മളത് എഴുതി വയ്ക്കുക. ഇക്വേഷൻ എന്താണ്, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. എന്നിട്ട് ആ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി ഒന്ന് ഒറ്റയ്ക്ക്. സോ ആൻസർ സോൾവ് ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ചെയ്ത് വയ്ക്കുക. കോസ്റ്റ് അക്വിസിഷൻ 2 lakh, CII ഓഫ് അക്വിസിഷൻ 122, സെയിൽ ഓഫ് ഗോൾഡ് എന്നാ വിറ്റത്, എത്ര രൂപ കിട്ടിയത്, 2 lakh തന്നെ. CII എത്ര, 289. സോറി, സെയിൽ ഓഫ് ഗുഡ്സ് എത്രയാണ്, 5 lakh ആണ് കേട്ടോ, 2 lakh അല്ല. പിന്നെ CII 289. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII of the year of sale divided by CII of the year of acquisition. 2 lakh into 289 by 122. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ, 4,73,770. സിമ്പിൾ അല്ലേ. ഈ നെക്സ്റ്റ് ഇലിസ്ട്രേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലോങ് ടേം കേസിൽ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ പർട്ടിക്കുലർ ഗിവൺ ബിലോ. Net consideration received on 10/10/2019 is 4 lakh. Cost of acquisition on 10/1/2007 is 1 lakh. CII in 2006-2007 122, 2019-20 289. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഇക്വേഷൻ നമ്മൾ ആദ്യം ഇവിടെ എഴുതി വയ്ക്കേണ്ടത്. ക്യാപിറ്റൽ ഗെയിൻ ഇക്വേഷൻ എന്താണ്, നെറ്റ് സെയിൽ പ്രൊസീഡ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ നെറ്റ് സെയിൽ പ്രൊസീഡ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഇവിടെ നോക്കാം, നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ സെയിം മീനിങ് തന്നെ നെറ്റ് സെയിൽ പ്രൊസീഡ്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ ഓർ നെറ്റ് സെയിൽ പ്രൊസീഡ് സെയിം ആണ്. തന്നിട്ട് എത്രയാണ്, 4 lakh rupees തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ പ്രൊസീഡ് അറിയാം, പക്ഷെ നമുക്ക് എന്തറിയില്ല, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അറിയില്ല, ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് അറിയില്ല.
അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് സെയിൽ ബൈ CII ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റിന് തന്നിട്ടുണ്ട് 1 lakh ആണ്, ഇൻറ്റു സെയിലിൻ്റെ 289ഉം അക്വിസിഷൻ്റെ 122 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടിക്കഴിഞ്ഞു. അതാണ് ആൻസർ 2,36,885. നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കാണേണ്ട ആവശ്യമില്ല, ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ് മൈനസ് ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ മാത്രം ചെയ്താൽ മതി. നെറ്റ് പ്രൊസീഡ്സ് അറിയാം 4 lakh, ഇൻഡെക്സ് കോസ്റ്റ് അക്വിസിഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണിത് 1,63,115. ഓക്കെ ആണല്ലോ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ പാർട്ടിക്കുലേഴ്സ് ഗിവൻ ബിലോ. Here, Mr. Ramanujan sold a house property on 12 December 2019 for 5,50,000. ഇപ്പോൾ ഇവിടെ സെയിൽ നടത്തിയത് 12 December 2019 ആണ്. എത്ര രൂപയ്ക്കാണ്, 5,50,000 rupees-നാണ്. He had purchased this property for 1,10,000. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്കാണ്, 1,10,000 rupees-നാണ് പർച്ചേസ് ചെയ്തത്. ഏത് വർഷമാണ് പർച്ചേസ് ചെയ്തത്, 2001-2020-ലാണ്. He spent rupees 39,800 in 2011-12 for its improvement. ഇപ്പോഴാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം വന്നത്. എത്രയാണ് വന്നത്, 39,800 rupees ആണ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. CII തന്നിട്ടുണ്ട് എല്ലാ വർഷത്തെയും. 2001-2 നമ്മൾ വാങ്ങിച്ചത് 100 ആണ് CII വാങ്ങിച്ച വർഷത്തെ. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത വർഷത്തെ CII 184 ആണ്. ദെൻ നമ്മൾ സെയിൽ ചെയ്ത ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഇയറിലെ CII വാല്യൂ 289 ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. കോസ്റ്റ് ഓഫ് സെയിൽ 5,50,000, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1,10,000, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 39,800, CII of acquisition 100, CII of sale 289, CII of improvement 184. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ക്യാപിറ്റൽ ഗെയിൻ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ പ്രൊസീഡ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഇനി കാണേണ്ടത് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഫസ്റ്റ് കാണേണ്ടത്. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് സെയിൽ ബൈ CII ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് അറിയാം, CII ഓഫ് സെയിലും അറിയാം, CII ഓഫ് അക്വിസിഷനും അറിയാം. നമ്മൾ ആ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 3,17,900. അത് നമ്മൾ അർത്ഥം തോന്നിക്കണം, ഇത് നമ്മൾ ചെയ്യാത്ത സാധനമാണ് എന്താണ്, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇക്വേഷൻ ഇരിക്കുന്നത്. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു എന്താണ്, CII ഓഫ് സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എത്ര അറിയാം, 39,800 ആണ്. സെയിലിൻ്റെ CII ഇംപ്രൂവ്മെൻറ്റ് CII നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 62,512. ഇനി നമുക്ക് നമുക്ക് എല്ലാ എമൗണ്ട് കിട്ടുകയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം മതി. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല നമുക്കറിയാം. എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോർമുല, അത് ആദ്യം എഴുതി വയ്ക്കാം. നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് എത്ര എമൗണ്ട്, 5,50,000 ആണ് എമൗണ്ട്. അപ്പോൾ നെറ്റ് സെയിൽ പ്രൊസീഡ് മൈനസ് എന്താണ്, ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്, 3,17,900. അതാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് എന്താണ്, ഇൻഡെക്സ് കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, അതാണ് എഴുതേണ്ടത്. എത്ര എമൗണ്ട്, 62,512 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 1,69,588. അപ്പോൾ ഇതോടെ നമ്മുടെ ആ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആ ഒരു സെക്ഷനിലെ പ്രോബ്ലംസും കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇക്വേഷൻസും അതുപോലെ തന്നെ ഇൻഡെക്സേഷൻ എന്താണെന്നും CII വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ യൂസ്ഫുൾ തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നത്തെ ആ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ, ഇൻകം ടാക്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് അപ്പോൾ കയറി കാണാവുന്നതാണ്.